നല്ല കടുപ്പുള്ള ചായ, മധുരം കുറച്ച്. കൊള്ളാവോ? സൂപ്പർ. സത്യം പറയാമല്ലോ, ഇവിടെ വന്ന ശേഷം നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. എന്റെ മാക്കു ഓരോരോ തിരക്കുകളല്ലേ, വല്ലപ്പോഴും അല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. വന്നു കഴിഞ്ഞാൽ 2 പെൺപിള്ളേരും എന്റെ അടുത്തൊന്നും മാറൂല, അവർക്ക് ഓരോരോ ആവശ്യങ്ങളാ. ഇടി ആ 2 പെൺപിള്ളേരുടെ സ്വഭാവം നിനക്കറിയാവോ? ചുമ്മാതെ കുഞ്ഞൊരു പുല്ല് പോലും പറിക്കത്തില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് 2 പെങ്കൊച്ചുങ്ങൾ ഉണ്ടായപ്പോഴേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവളെ എന്തെങ്കിലും സഹായിക്കുമെന്ന്. ഇത് അതൊന്നുമല്ലെന്നേ. ഇത് ചുമ്മാതെ. എന്താണ് പെങ്കൊച്ചുങ്ങളെ കാര്യമൊക്കെ പറയണേ? അല്ല, ഞാൻ നിന്റെ കാര്യം ഇങ്ങനെ ഇവിടുത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വയ്യ, എപ്പോഴും എന്നെ കുറിച്ച് നല്ലത് പറയാൻ മാത്രമേ മാവനുള്ളൂ. നിന്നെ കുറിച്ച് മാത്രമല്ല, പിങ്കിയെ കുറിച്ചും കൂടാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? നിങ്ങൾ നല്ല സ്വഭാവമുള്ള കുട്ടികളാണ്, കുനിഞ്ഞൊരു കുപ്പ പോലും എടുക്കത്തില്ല, ഒരു സഹായം ചെയ്യാതെ വെറുതെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനൊന്ന് പുകഴ്ത്തി പറഞ്ഞു പോയി, ക്ഷമിക്കണം. മാമാ, ഞങ്ങൾ ഇല്ലാത്തപ്പോ ഞങ്ങൾ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? അയ്യോ, കുറ്റം പറഞ്ഞാലും മോളെ പുകഴ്ത്തിയതല്ലേ. ചെറുതായിട്ട് ഇരിക്കൂടെ. ഈടി മണിക്കുട്ടി എന്തെങ്കിലും സഹായം ചെയ്തൂടെ? അടുക്കള അവള് എന്ത് കിടന്ന് കഷ്ടപ്പെടുക. മാമ, ഞാൻ എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തിരക്കായതുകൊണ്ട് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എന്ത് പറയാനാ, ജിം ടു ജിം അല്ലേ? പിന്നെ എടി, അതെ, ഞാൻ കളരി ടു കളരിയായിട്ട് കുറെ കാലം നടന്നാ. അന്ന് മറ്റു വീട്ടിലെ പണി ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എന്റെ ചെറുപ്പത്തിലെ എന്റെ വീട്ടില് സാമ്പത്തികമായിട്ട് ഭയങ്കര വീക്കായിരുന്നു. അതുകൊണ്ടല്ലയോ നമ്മുടെ കല്യാണം അച്ഛൻ നടത്തി തരായിരുന്നത്. അപ്പോഴേ അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നേ. പക്ഷെ ഞാൻ എന്നും രാവിലെ എണീറ്റ് വീട്ടിലെ ജോലി, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സ്കൂളിലും കോളേജിലായിരുന്നപ്പോഴും ഒക്കെ പോകുന്നത്. അങ്ങനെ വേണം പെൺപിള്ളാര്. പക്ഷെ ഇപ്പോഴുള്ള പെൺപിള്ളേര് അങ്ങനെ കഷ്ടപ്പെടുന്നില്ലല്ലോ. എവിടെ, അവർക്ക് ആഹാരം കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ എടുത്ത് കഴിക്കും. നമ്മൾ തിന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ സൗകര്യം. പക്ഷെ കഷ്ടപ്പെടുന്നതിന്റെ വില വേറെ. അതെനിക്ക് അറിയാം മാമി, അതുകൊണ്ടല്ലേ ഞാൻ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെയായിരുന്നു കഷ്ടപ്പെടുന്നത്. അയ്യോ മാമാ, മണിക്കുട്ടാ ഓടിവാ. മാമാ, മക്കളെ ഓടിവാ. അതെ, ശരി, അലന്ന ശബ്ദം. അളിയന അളിയന. അയ്യോ, നോക്കാം. മണി, മണിക്കുട്ടി, മണി, മണി എന്തൊക്കെ കണ്ണുറങ്ങ്. അളിയാ, മണി, മണിക്കുട്ടി, ഇതെന്ത് പറ്റി? ഒന്നുമില്ല, എന്നെ കുഴപ്പമില്ല. അതെ, മണി, മണിക്കുട്ടി, പോയാ മണി. എന്തെങ്കിലും ചെയ്തോ? ചെയ്ത് കാണും അളിയൻ, അല്ലെങ്കിൽ അവളിങ്ങനെ ബോധം കെട്ട് കിടക്കത്തല്ലേ. മണിക്കുട്ടി, മണി, ഞാൻ ഒന്നും ചെയ്തില്ല. ഞങ്ങളെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് അവളങ്ങ് ബോധം കെട്ടങ്ങ് വീണു. എങ്ങനെ? ഞങ്ങളിവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോഴേ വിളി പെട്ടെന്ന് തലയിറങ്ങി അങ്ങ് ബാക്കിലോട്ട് അങ്ങ് വീണു. മണിക്കുട്ടി, അളി ഇങ്ങോട്ട് നോക്കിയേ. പെട്ടെന്ന് അങ്ങ് ബോധം കെട്ട് വീണു, തല ഇറങ്ങി വീണു. മണി, അമ്മ കണ്ണുറക്കമ്മ. എന്റെ ഭഗവാനെ, മൂന്നാമതെങ്കിലും ഒക്കെ ഒരു ആൺകുട്ടി ഉണ്ടായാൽ മതിയായിരുന്നു. അതൊന്നുമല്ല മണിക്കുട്ടി. മണി, പെങ്ങളെ 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 നോക്കിക്കൊണ്ടിരിക്കാതെ ആശുപത്രി കൊണ്ടുപോകാൻ. എല്ലാരും ഒന്ന് ബഹളം വെക്കല്ലേ. ബോധം വീണ. മണി, എഴുന്നേക്ക് മണി, എഴുന്നേക്ക്. അല്ലെങ്കിൽ അവക്ക് ബോധമില്ലാത്തവളാ. തലകറി കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പഴേ ബോധം കിടും. പണ്ട് പോലെ അങ്ങനെ. എഴുന്നേക്ക് 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 മക്കളെ. എന്ത് പറ്റി മണി? ഞാനേ പെട്ടെന്ന് എന്റെ തല കണ്ണിൽ കൂടെ ഇങ്ങനെ ഇരുട്ട് കയറി ഞാൻ വീണാ. നീ വീണില്ല, വീഴാൻ പോയി. ഞാൻ പിന്നെ പിടിച്ച് ചാരി കിടത്തി. നോക്കേ, ആശുപത്രി പോവാൻ മണി. പോണം, ആശുപത്രി പോവാം. ആശുപത്രി കൊണ്ടുപോകണം. ഇല്ല, ആശുപത്രിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് ചെറിയൊരു ആശുപത്രി പോയാ. അതെ അതെ അതെ, നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കും. ഇച്ചിരി കാറ്റ് കിടർട്ടെ. വലിയ പ്രശ്നമൊന്നും ഇല്ല, ഞാൻ ഒന്ന് കിടന്നാ മാറാന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും അസുഖം വന്ന ആശുപത്രി പോയില്ലെങ്കിലേ പിന്നെ സൂചി കൊണ്ട് എടുക്കേണ്ടത് പൂം കൊണ്ട് എടുക്കേണ്ടി വരണ്ടേ. മാമ, ആശുപത്രി പോയാ പറ്റൂ. ഇതുപോലെ മുറ്റം അടിച്ചോണ്ടിരുന്നപ്പോഴും ഇങ്ങനെ തല ഇറങ്ങി വീണായിരുന്നു. എപ്പോ? കുറച്ചു ദിവസം മുമ്പ്. ആണോ? എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ മണി നീ അത്. പറയാൻ മാത്രമൊന്നും ഇല്ല, ചെറിയ തലച്ചിട്ട് വന്ന. എന്നാ പിന്നെ ആശുപത്രി കൊണ്ടുപോവാം. ഞാൻ കൊണ്ടുപോകാം. ചെല്ലുമ്പോ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും പറയണം കേട്ടോ, എല്ലാ ടെസ്റ്റും നടത്താൻ പറയണം. എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ. വണ്ടി വിളിച്ചോണ്ട് വാ, ആംബുലൻസ് വിളിക്കാം. ആവശ്യമില്ല. ഒരു കാര്യം, മണിക്കൂട്ടം കൊണ്ട് വാ. ഞാനോട് നമുക്ക് രണ്ടും കൂടെ പോവാം. ഞാനും വരാം. എവിടെ പോണേ? കല്യാണത്തിന് പോണതാ. എഴുന്നേക്ക് എഴുന്നേക്ക്. അവര് പോയിട്ട് വന്നോളൂ. എഴുന്നേക്ക് പതുക്കെ പതുക്കെ. കുഴപ്പമില്ല.
വെള്ളം കുടിക്കണോ? വേണ്ട. പതുക്കെ. മാക്കു വിളിക്കണേ. ആ വിളിക്കാം പതുക്കെ. ഇത്ര നേരം വിളിക്കുന്ന എടുക്കുന്നില്ലല്ലോ അപ്പു. ഇനി അഡ്മിറ്റ് ആയിട്ട് ചെയ്തു കാണോ? ശേ അഡ്മിറ്റ് ചെയ്തെങ്കിൽ മാക്കു എന്നെ വിളിച്ച് പറയത്തില്ലേ? ദേ വരുന്നുണ്ടോ അവര്? ദേ പതുക്കെ. ആ നിർത്ത്. മതി മണി സൂക്ഷിച്ചിറങ്ങും. ഇറങ്ങ. എന്തായി മാക്കു? പറയാം. പതുക്കെ ഇല്ല കുഴപ്പമില്ല. നോക്കി പതുക്കെ ഇറങ്ങ്. ശരി ചേട്ടാ. അച്ഛാ ഓ തട്ടിക്കൊണ്ട് പോയി. ആ പോട്ടെ. അതെ ഡോക്ടർ എന്തോ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞ് BP ഒന്ന് ലോ ആയതാണ്. പിന്നെ വേറെന്തേലും? പിന്നെ വൈറ്റമിന്റെ കുറവുണ്ട്, ബ്ലഡ് കുറവുണ്ട്. ആണോ? HP എത്രയാ? HP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ളാകുമ്പം 750 മില്ലി, പിന്നെ പൈന്റിന് 375 മില്ലി. എന്തോന്ന്? എന്തിന്റെ കാര്യം ചോദിച്ചേ? HB ഹീമോഗ്ലോബിൻ. അത് 9. അയ്യോ അത് ഭയങ്കര കുറവാ. പോഷകാഹാരം കഴിക്കാത്തോണ്ടാണ്. ആ നമുക്ക് മിനിമം 12 വേണം. നീ എന്താ ഒന്നും കഴിക്കാത്തത്? ഞാൻ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. മരുന്നൊക്കെ തന്നാ? ഓ മരുന്ന് ടോണിക്ക് എല്ലാം കൂടെ ഒരു കെട്ടുണ്ട്. ഒന്നുമില്ല കുഴപ്പമില്ല, എനിക്ക് ഓക്കെയാണ്. എന്തൊരു വല്ലായ്മ പോലെ. വല്ലായ്മയുണ്ട്, ക്ഷീണമുണ്ട്, നീ ഒന്ന് പോയി കിടന്നുറങ്ങിയാൽ മതി. അതെ ഡോക്ടർ പറഞ്ഞ പോലെ മരുന്നും ഭക്ഷണവും ഒക്കെ കഴിച്ച 1 മാസത്തിലെല്ലാം ഓക്കെയോ. ശരി. അതെ നീ ഒന്ന് അമ്മയെ പിടിച്ചോണ്ട് കിടന്നു. പിടിച്ചോണ്ട് നിൽക്കുന്നത് എനിക്ക് പോവാ അറിയാം. ഞാൻ പൊക്കോളാം, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ശ്രദ്ധിച്ച് മണി. ഈ ഒരു മാമ അതെ സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല, അത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മണിക്കുട്ടി കഴിക്കുമെങ്കിൽ പോഷകാംശമുള്ള ആഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അത് മതി. ഞാൻ ഒന്ന് ചെല്ലട്ടെ. നോക്കാം.